ഇറാൻ ഇസ്രയേൽ അമേരിക്ക യുദ്ധം അത് ആരംഭിച്ചിട്ട് 1.5 മാസമായി. 3000-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായി. ആയിരക്കണക്കിന് മില്യൺ ഡോളർ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മാത്രം നഷ്ടമായി. വിവിധ രാജ്യങ്ങൾക്ക് ഉണ്ടായ നഷ്ടം അതിന്റെ പുറത്താണ്. ഈ യുദ്ധം ഒരു 6 മാസം കൂടി തുടരുകയാണെങ്കിൽ ഏതാണ്ട് 38 ലക്ഷത്തോളം ആളുകൾക്ക് തൊഴിൽ നഷ്ടമാകുമെന്നാണ് ഗോൾഡ്മാൻ സാച്ച് പോലുള്ള പ്രധാനപ്പെട്ട നിക്ഷേപ ബാങ്കുകളുടെ അഭിപ്രായപ്പെടുന്നത്. ഇതൊരു പ്രസക്തമായിട്ടുള്ള അഭിപ്രായമാണ്. ലോകത്തെ വിലക്കയറ്റം ഇപ്പോൾ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. അത് 20% ആവാമെന്നാണ് ഇത്തരം ബാങ്കുകളുടെ നിരീക്ഷണം. രാജ്യങ്ങളുടെ ദേശീയ വരുമാനത്തിൽ വലിയ കുറവുണ്ടാകും. തൊഴിലവസരങ്ങൾ നഷ്ടമാകുന്നതോടുകൂടി രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തിൽ കുറവുണ്ടാകും. ഹോർമുസ് കടലിടുക്കിലൂടെയാണ് 20% ഓയിലിന്റെ നീക്കം നടക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഇറാന്റെ നിയന്ത്രണത്തിലായാൽ ഇതിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടും. സ്വാഭാവികമായിട്ടും ആ മേഖലയിലുള്ള ചരക്കു നീക്കം തടസ്സപ്പെടുന്നതോടുകൂടി വിലക്കയറ്റം ഒന്നുകൂടി വർദ്ധിക്കും. ഹോസ്പിറ്റാലിറ്റി മേഖലയിലും അതുപോലെ തന്നെ എയർ ട്രാൻസ്പോർട്ട് മേഖലയിലും വലിയ കൺസ്ട്രക്ഷൻ മേഖലയിലും വലിയ അടച്ചുപൂട്ടൽ നേരിടും. ഈ മേഖലയൊക്കെ വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പല വിമാന കമ്പനികളും അവരുടെ ഷെഡ്യൂളുകൾ വെട്ടിച്ചുരുക്കുന്നത് കൊണ്ട് വലിയ നഷ്ടം നേരിടുന്നു. അവരിപ്പോൾ തന്നെ അവരുടെ എംപ്ലോയീസിനെ കട്ട് ഷോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓയിൽ മേഖലയുടെ കാര്യം പറയുകയാണെങ്കിൽ കുവൈത്ത്, ഖത്തർ അതുപോലുള്ള രാജ്യങ്ങൾ പ്രധാനമായിട്ടും അവരുടെ ചരക്ക് നീക്കത്തിന് ആശ്രയിക്കുന്ന ഹോർമുസ് കടലിടുക്കിനിടെയാണ്. സ്വാഭാവികമായിട്ടും അതിലൂടെയെല്ലാം നീക്കം തടസ്സപ്പെടുന്നതോടുകൂടി അവർക്ക് വലിയൊരു ശതമാനം ഉൽപാദനം വെട്ടിച്ചുരുക്കേണ്ടി വരും. ആ മേഖലയിലെ തൊഴിലവസരങ്ങൾ അങ്ങനെ നഷ്ടമാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് പാചകവാതങ്ങളുടെ ചെലവ് വലിയ തോതിൽ വർദ്ധിക്കും. ഇപ്പോൾ തന്നെ കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതകങ്ങളുടെ ചെലവ്, സിലിണ്ടറിന്റെ ചെലവ് വളരെ കൂടിയിട്ടുണ്ട്. അമേരിക്കയിൽ ഇപ്പോൾ തന്നെ ഗ്യാസിന്റെ ചെലവ് ഏതാണ്ട് ഇരട്ടിയായിട്ടുണ്ട്. ഇത് നമ്മുടെ രാജ്യങ്ങളിലൊക്കെ സംഭവിക്കാം. ഗ്യാസിന്റെ ഉൽപാദനം പ്രധാനമായിട്ടും നടക്കുന്ന രാജ്യങ്ങളൊന്നാണ് ഖത്തർ പോലുള്ള രാജ്യങ്ങൾ. അവിടെ ഗ്യാസ് മേഖലയിലേക്ക് വലിയ അക്രമമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഉൽപാദനം തടസ്സപ്പെടാം. യുദ്ധം കുറെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഞെരുക്കം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവാം. ആ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ഞെരുക്കത്തിന്റെ പ്രത്യാഘാതം കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാകും. കാരണം നമ്മുടെ നാട്ടിൽ നിന്നും നിരവധി ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവർ തൊഴിലെടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 20 മുതൽ 25% വിലക്കയറ്റം ലോകത്ത് സംഭവിക്കാം. അതിന്റെ പ്രത്യാഘാതം നിത്യജീവിതത്തിൽ ഉണ്ടാകും. ഏതാണ്ട് 38 ലക്ഷത്തോളം തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രത്യാഘാതങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഏതാണ്ട് യുദ്ധം പെട്ടെന്ന് തന്നെ അവസാനിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം.